എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എല്ലാം ഉണ്ടായില്ല ലബുങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ ഒരു സ്ഥലത്തെത്തിയേട്ടാ. അപ്പോൾ അവിടെ ഏകദേശം നമ്മൾ എത്തിയപ്പോൾ ലേറ്റ് ആയപ്പോൾ ഒരു വണ്ടിക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ എൻ്റെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ രാവിലെ ഇറങ്ങാൻ വേണ്ടി ഇരിക്കണേട്ടാ. അപ്പോൾ നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഇനിയിപ്പോൾ ഇവരുടെ യാത്ര വന്നിട്ട് ഇറങ്ങാൻ പോണേട്ടാ. भैया ओके ठीक है भैया जाएगा ओके थैंक यू. आप लोग किधर का है? बिहार झारखंड. अच्छा 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 ओके थैंक यू भैया. और बाकी लोग अच्छा 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 നമ്മളിപ്പോൾ എന്തായാലും ഇവിടേക്ക് യാത്ര വന്നിട്ട് ഇവിടെ ഇറങ്ങണേട്ടാ. ഇനിയിപ്പോൾ ഏകദേശം കുറച്ച് ദൂരം കൂടെ സഞ്ചരിക്കാനുണ്ട്. എന്തായാലും നമുക്ക് അവരുടെ കൂടെ യാത്ര വന്നിട്ട് ഇറങ്ങാം. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വെച്ച് ഇപ്പോൾ ഇവരുടെ ഭക്ഷണം റെഡി ആകുമ്പോൾ ഏകദേശം 10 മണിയൊക്കെയും. ഭയ്യാ तो मैं जाएगा हाँ ओके ठीक है हाँ पैदल जाएगा ओके ठीक है. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങണേട്ടാ. ഇവർ ഈ റോഡ് പണി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കമ്പനിയാണ്. ഓ खाना रेडी आने के लिए तो बहुत टाइम आएगा तो 9 बजे हो गया बहुत लेट हो गया. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. ഇപ്പോൾ ഏകദേശം കുറച്ച് വന്ന് എന്നോട് അവർ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അവിടെ ഞാൻ ഇപ്പോൾ ഏകദേശം 9 മണി കഴിഞ്ഞിട്ടാ. രാവിലെ എണീച്ച് പോകാമെന്ന് ചോദിച്ചാൽ അപ്പോൾ എന്നോട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചിരിക്കുന്നു. പിന്നെ ടൈം കുറേ. ഞാൻ പറഞ്ഞത് വേണ്ട പയ്യെ യാത്രയെ മുന്നോട്ട് പോകും. കാരണം നമ്മൾ തള്ളിക്കൊണ്ടാണ് പോണത്. ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വൈകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ടാ. നല്ല ആൾക്കാരാണ് കേട്ടോ. നമുക്ക് ഇന്നലെ ഫുഡ് കാര്യങ്ങളൊക്കെ തന്ന് സ്റ്റേ ഒക്കെ തന്ന്. നമ്മൾ ഇന്നലെ വന്നത് ഇവരുടെ ഒരു കമ്പനി വർക്ക് ചെയ്യണ ഒരാളുടെ വണ്ടിക്കാണ്ട്. അതും ഏകദേശം ഒരു 10 കിലോമീറ്ററോളം പുള്ളി എന്നെ ഫ്രീ ആയിട്ട് ആക്കി തന്നു. പുള്ളിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. പക്ഷേ പുള്ളി എന്നെ ആക്കി തന്നിട്ട് തിരിച്ച് റിട്ടേൺ പോയിട്ടാ. അപ്പോൾ അതിനോട് പറഞ്ഞു ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ താമസിച്ച് ഇപ്പോൾ രാവിലെ ഇറങ്ങിയേട്ടാ. ഇപ്പോൾ ഇവർക്കിപ്പോൾ വർക്ക് കാര്യങ്ങളൊക്കെ ഇല്ല. കാരണം മഴയുടെ സീസൺ ആയതുകൊണ്ടേ വർക്ക് കണക്കുള്ള. കാരണം ഇവർ ഈ റോഡ് പണി കാര്യങ്ങളൊക്കെ ചെയ്യണ ടീമാണ്ടാ. അപ്പോൾ ഈ കാണുന്നതാണ് ലബുങ് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ആ വീട് കാര്യങ്ങളൊക്കെ ഇവിടെ തുടങ്ങണേ ഉള്ളൂ കേട്ടോ. അതായത് ഇവിടെ ചില സ്ഥലങ്ങളിൽ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോകുമ്പോൾ അത്യാവശ്യം വീടും ടൗണും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. നമ്മളിങ്ങനെ പോകണമെങ്കിൽ ഇവിടെ ഒരു കട കണ്ടേട്ടാ. ഹായ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാമല്ലാന്ന് വെച്ച് കഴിക്കാൻ വേണ്ടി. അപ്പോൾ എന്തെങ്കിലും വല്ല സ്നാക്സ് പോലും മേടിക്കാട്ടാ. കാരണം വേറെ ഒന്നുമില്ല. കാരണം അവിടെ നിന്ന് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര രീതിയിൽ ടൈം എടുക്കും. അപ്പോൾ എന്തെങ്കിലും വല്ല ബ്രെഡാ അങ്ങനെ എന്തെങ്കിലും മേടിക്കാട്ടാ നമുക്ക് ഇവിടെ നിന്ന്. दीदी ഹലോ ക്രീം ബണ്ണേ ക്രീം ബൺ അത് തിരക്കിലാണല്ലോ. നല്ല ക്രീം ബണ്ണൊക്കെ കിട്ടണേ മേടിക്കട്ടെ. ഇതെന്ത് സംഭവം സിപ്പപ്പാണോ? എന്തെങ്കിലും മേടിക്കണം അല്ലെങ്കിൽ ശരിയാവൂല. എന്ത് മേടിക്കും? ക്രീം ബണ്ണേ ക്രീം ബൺ ബ്രെഡ് ഐറ്റംസ്. ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളൂ. ഒരു കേക്ക് മേടിച്ചിട്ടാ. ഇതിന് 10 രൂപ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കടയിൽ നിന്നാണ് മേടിച്ചാൽ. അപ്പോൾ 2 മേടിച്ചിട്ടുണ്ട്. 4 ഞാൻ കഴിച്ചേട്ടാ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകണത് ദിമാഗിരിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ റൂട്ടാണ്. റോഡ് കാര്യങ്ങൾ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകട്ടാ. ഓക്കെ ഭയ്യ കേട്ടിക്കേ. എനിക്ക് തോന്നുന്നേ നമുക്ക് ഇവിടുന്ന് ബോർഡർ പോകണമെങ്കിൽ ബോട്ട് ക്രോസ് ചെയ്ത്, അതായത് ബോട്ടിന് പോകേണ്ടി വരും എന്ന് തോന്നണ്ട. ഞാൻ നോക്കി മാപ്പിൽ നോക്കിയപ്പോൾ ഒരു റിവർ കാണിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ പോണ റൂട്ടിലൊക്കെയുള്ള വീട് കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇതാണ് ലബുങ്. അത് അല്ലെങ്കിൽ ദിമാഗിരി എന്ന് പറയുന്ന സ്ഥലം ഉണ്ടാ. ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഇവിടെ പന്നിയുടെ കൂടൊക്കെ ഉണ്ട് ഇഷ്ടംമാതിരി. ഇഷ്ടംമാതിരി പന്നീനെ വളർത്തുന്നുണ്ട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ല. ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള ഭക്ഷണമില്ലേ, ഏറ്റവും എന്താണ് പറയണ, ഏറ്റവും മെയിൻ ഫുഡില്ലേ, അത് പന്നിയിറച്ചിയാണ് കേട്ടോ. ഇവരുടെ ഫേവറേറ്റ് ഫുഡും കൂടിയാണ്. എല്ലാ വീട്ടിലും ഉണ്ടാവട്ടെ. എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടിലും എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും പന്നിയിറച്ചി ഉണ്ടാവും കേട്ടോ. അതുപോലെ നമ്മൾ പോകണമെങ്കിൽ ഇതേപോലെയൊക്കെ ഇങ്ങനെ കല്ലിങ്ങനെ പൊട്ടിച്ച് വിൽക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ കണ്ടില്ലേ ഒരുപാട് ഇങ്ങനെ പാറക്കല്ലുകൾ കൊണ്ട് 2 കരിങ്കല്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിങ്ങനെ ഇവരിങ്ങനെ ഇട്ട് പൊളിക്കാനുണ്ട്. അത് ശരിക്കും ഇത് വിൽക്കാൻ വേണ്ടിയാണ്. അതായത് വീട് പണി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കവറിലിട്ട് ഇവർ കൊടുക്കും. അതായത് ഒരു ചെറിയ ചാക്കിൽ എത്ര 100 50 അത്ര രൂപ കൊടുക്കണേട്ടാ. ഹായ് ഹലോ. അപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടാ കല്ലുകളൊക്കെ.
ലബുങ് തന്നെ ലബുങ്ങിൻ്റെ ഒരു പാർട്ട് തന്നെ കേട്ടോ. ഇവിടുന്ന് അപ്പുറത്തേക്ക് ക്രോസ് വേണം നമുക്ക് ദിമാഗിരി പോകാൻ. നമ്മളിപ്പോൾ ഉള്ളത് ബോർഡർ പോണ റൂട്ടിലാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മൾ ലബുങ്ങിൽ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയി. ശരിക്കും നമ്മൾ വന്നോയ്ക്ക് ഇവിടെ ലബുങ് മാർക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ബസാർ ഉണ്ടായിരുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അവിടെ നിന്ന് നമ്മൾ സൈക്കിൾ ഇങ്ങനെ കയറ്റി പോയി തിരിച്ച് റിട്ടേൺ വരാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സിൽക്കൂർ, എല്ലാവരും പറഞ്ഞത് എന്നോട് ഇവിടെ നിന്ന് സിൽക്കൂർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബോർഡർ കിട്ടും, അതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാക്സിമം നമുക്ക് ഇവിടെ നിന്ന് സിൽക്കൂർ പോകട്ടോ. ഇവിടെ അത്യാവശ്യം വണ്ടികൾ കാര്യങ്ങൾ പോലും കുറവാണ് കേട്ടോ, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഉള്ളത് കൂടുതൽ കണ്ടേക്കണം ഇപ്പോൾ BSFൻ്റെ കുറച്ച് വണ്ടി പോകണുണ്ടായിരുന്നു, അല്ലാണ്ട് വേറെ വണ്ടികളൊന്നും അങ്ങനെ കണ്ടില്ല കേട്ടോ. ഇനി സിൽക്കൂരിലേക്ക് ഏകദേശം 6 കിലോമീറ്റർ, 7 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ശരിക്കും സിൽക്കൂർ ചെന്നാലേ നമുക്ക് മര്യാദക്ക് ബോർഡർ കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വന്നോയ്ക്ക് കുറച്ച് BSFകാരൊക്കെ ഉണ്ട്, അപ്പോൾ അവരും എന്നോട് പറഞ്ഞതാണ്ടാ. അത്യാവശ്യം നല്ല വെയിലുണ്ട്, ഇപ്പോൾ ഒന്ന് നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്കവാറും മഴ പെയ്യും. ഫുഡ് കഴിക്കണം, നല്ല വിശപ്പുണ്ട് കേട്ടോ. രാവിലെ ഒന്നും കഴിച്ചില്ല, ആകെ ആ ഒരു 10ൻ്റെ 2 കേക്ക് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ പയ്യെ പോവാം, എന്തെങ്കിലും കടകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാതിരിക്കൂല കേട്ടോ. ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇരിപ്പുണ്ട്, പക്ഷേ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. നമ്മൾ ഈ ഒരു റൂട്ടാണ് കേട്ടോ സിൽക്കൂർ പോണത്. സിൽക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡറാണ് വരുന്നത്, അവിടെയാണ് മെയിനായിട്ടുള്ള ബോർഡർ എന്നാണ് പറഞ്ഞു കേട്ടോ. അവിടെ നമുക്ക് ബോർഡർ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടുന്ന് ഏകദേശം ഇനി ഒരു 5.4 കിലോമീറ്റർ എന്തുകൊണ്ട് കേട്ടോ. ഓട്ടോ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ റൂട്ടിൽ കൂടെ. പിന്നെ ഈ റൂട്ട് നേരെ പോകുന്നത് നമുക്ക് കമലാനഗർ ആ ഒരു റൂട്ടൊക്കെ പോകട്ടെ. നമ്മൾ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഒരു ചക്മ എന്ന് പറഞ്ഞൊരു വംശമുണ്ട്, അവരുടെ നാട്ടിലേക്ക് പോകുന്നത് ഈ ഒരു റൂട്ടാണ്. അവർക്ക് ഇംഗ്ലീഷ് അല്ല ഹിന്ദിയൊക്കെ അറിയാം. ഇവിടെ മിസോ ആൾക്കാർക്ക് ഹിന്ദി അങ്ങനെ അറിയില്ല, പക്ഷേ അവിടെയുള്ള ആൾക്കാർക്ക് അറിയാട്ടെ, ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാർക്കും അറിയാട്ടെ. പിന്നെ നമ്മൾ ഈ കിണത് ലബുങ്ങിലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഞാൻ നല്ല രീതിയിൽ ടയേർഡായിട്ടാ, തള്ളിക്കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കുറേ ദിവസമായിട്ടാ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ കിട്ടുമ്പോൾ അങ്ങനെ പോകും, പക്ഷെ വല്ലപ്പോഴൊക്കെയാണ് വണ്ടിയും കാര്യങ്ങളും കിട്ടണത്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങാടേക്ക് പോകാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും മാത്രമേ നമ്മൾ കൊണ്ടുവരാൻ പ്ലാൻ ഇട്ടേക്കണേട്ടാ. അതുപോലെ തന്നെ ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബോർഡറൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ മാക്സിമം നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ കൊണ്ടുവരാം. ഇപ്പോൾ ഈ ഒരു റൂട്ടിൽ ഇപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടെ, ഇപ്പോൾ നല്ല വെയിലുണ്ട്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ, കാരണം ഇപ്പോൾ മൺസൂൺ ടൈമാണ്. അപ്പോൾ പയ്യെ നമുക്ക് പോകാട്ടെ. എന്നാൽ നല്ല രീതിയിൽ ടയേർഡായി, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ പോണേക്കൊരു സംഭവം ഉണ്ടായിട്ടോ, അതായത് വന്നോയ്ക്ക് കുറച്ച് BSFകാർ കൊണ്ടുവന്ന് വണ്ടി നിർത്തി എന്നോട് പറഞ്ഞു ഇനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, പെർമിഷനും കാര്യങ്ങളില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ILP ഇവിടെ ബോർഡർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ILP വേണ്ടെന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ വയറങ്റ്റ് എത്തുന്നതിന് മുമ്പ് ഇവിടെ ഒരു ബോർഡർ ഉണ്ട്, അതായത് ആസാമിൽ നിന്നും മിസോറാമിലൊക്കെ ഒരു ബോർഡർ ഉണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ILP വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ശരിക്കും ILP വേണം. അപ്പോൾ ഇവരെന്നോട് ചോദിച്ചു പെർമിഷൻ എവിടെ, എങ്ങനെയാണ്, മറ്റാണ് മറിച്ചാന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ചോദ്യം ഉണ്ടാ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ബോർഡർ വരെ പോയിട്ട് പെട്ടെന്ന് പോരാന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പയ്യെ ഇറങ്ങി. അപ്പോൾ അവർ പോയിട്ടാ. പക്ഷെ നമ്മൾ വന്നോയ്ക്ക് വേറെ കുറേ BSFകാരെ കണ്ടു, പക്ഷെ അവരൊന്നും നമ്മളോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയില്ല, സെക്യൂരിറ്റി പ്രശ്നമായിരിക്കാം. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് അങ്ങനെ കറങ്ങി നേരെ കമലാനഗർ പോകാൻ പ്ലാൻ ഇട്ടേക്കണം. പക്ഷേ റോഡ് ഭയങ്കര സീനാന്ന് പറയും, ഏതെങ്കിലും വണ്ടി കിട്ടണമെങ്കിൽ പോകാമെന്ന് വെച്ച്. പക്ഷേ ഇവർ എനിക്കറിയില്ല കേട്ടോ എന്താവുമെന്ന്. പറ്റുമെങ്കിൽ നമുക്ക് മാക്സിമം എന്തെങ്കിലുമൊക്കെ ഒരു വഴി കിട്ടും, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് റിട്ടേൺ ഈ വഴി തന്നെ പോകട്ടെ. ഈ റൂട്ടിലൊന്നും ഇല്ല കേട്ടോ, ശരിക്കും ഒന്നും കിട്ടൂല. ആകെയുള്ളത് ഇവരുടെ ക്യാമ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ. പിന്നെ ഇടയ്ക്ക് ഗ്രാമങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് ചക്മ ആൾക്കാരുടെ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് അങ്ങനെ അവരുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുക, അങ്ങനെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, അവിടേക്ക് ഒന്ന് കാണുക. ഇനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ, പറ്റുമെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ കൊണ്ടുതന്നെയായിരിക്കും കേട്ടോ. ഇവിടെ നമ്മൾ റിട്ടേൺ പോകേണ്ടി വരും എന്ന് തോന്നിട്ട് ഈ റൂട്ട്. അതായത് നമുക്ക് പോകാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റൂട്ടുണ്ട്. ഒന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന റൂട്ട് റിട്ടേൺ പോകണം, ആ റൂട്ട് പിന്നെയും കുഴപ്പമില്ല. പിന്നെ ഉള്ളത് ബൊറപ്പാൻസൂരി വഴി ചുങ്ടെ പോകാനാണ് പ്ലാൻ. ശരിക്കും നമുക്ക് അങ്ങനെ കറങ്ങി വരാം. ഇങ്ങനെ പോകുമ്പോൾ ഏകദേശം 40-something കിലോമീറ്റർ ഉള്ളൂ, അങ്ങനെ പോകുമ്പോൾ 80-something കിലോമീറ്റർ ആവും. പക്ഷെ അത് നല്ല റൂട്ടാണ്, ഇത് ഭയങ്കര സീനാന്ന് പറഞ്ഞാൽ ആരും റെക്കമെൻഡേ ചെയ്യല്ല നമുക്ക്. ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു, ആരും പറഞ്ഞ് പോകരുത്, ഭയങ്കര സീൻ റോഡാന്ന് പറഞ്ഞാൽ. മിക്കവാറും വല്ല വണ്ടി കിട്ടെങ്കിൽ ആ റൂട്ട് പോകും, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് റിട്ടേൺ പോകട്ടോ. നമ്മളങ്ങനെ ഏകദേശം ബോർഡർ എത്തിയാട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഗേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് ദൂരം കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോർഡർ എത്തും കേട്ടോ. ഇതിൽ ഇതൊക്കെ ചെറിയ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. ഹായ് കറോ. അപ്പോൾ നമ്മൾ ഇത് ബോർഡർ സൈഡിലുള്ള വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാ.
അല്ലേ. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ, ചെറിയ കച്ചവടക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട് ഒരുപാട്. ഹായ് भैया, यहाँ से कितना दूर तक जा सकता है? ये बॉर्डर है लास्ट, ये सिल्कुर है. अच्छा ഇവിടം വരെ ഉള്ളൂ കേട്ടോ. നമുക്ക് ഒന്ന് അങ്ങോട്ട് പോകാം. घूमने के लिए आएगा केरला. उधर से आएगा साइकिल से पूरा. इधर से कितना उधर तक जा सकता है? अच्छा ഓക്കെ, നമുക്ക് അവിടം വരെ പോകാൻ പറ്റുന്ന. ഓക്കെ ഭയ്യ, ടീക്ക്. ഹായ്. അവിടം വരെ പോകാൻ പറ്റുന്ന റോഡ് കണ്ടീഷൻ സീനാണ് കേട്ടോ, ഭയങ്കര സീനാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറം കാണുന്നത് ബംഗ്ലാദേശാണ്. ഇവിടുത്തെ ആൾക്കാരാണ് കേട്ടോ ഈ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം, അതായത് മീൻ പിടിക്കണതാണ്. എൻ്റെ പുറകിൽ ശരിക്കും ഇതാണ് ഈ BSFൻ്റെ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് പുറകിലേക്കൊന്നും വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് അവർ പറഞ്ഞത്. കണ്ടില്ലേ അവരുടെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കിടക്കുന്നത്. ശരിക്കും ഇവിടെ നമുക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾ അങ്ങാടി ഇങ്ങാടൊക്കെ പോകുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. കണ്ടില്ലേ ഇവിടെയൊക്കെ ഫുള്ള് ക്യാമറയും കാര്യങ്ങളൊക്കെയാണ്. അത് കാരണം ഇവർ പറഞ്ഞ് ഇവിടെ നിന്ന് പയ്യെ വീഡിയോ എടുത്തിട്ട് പെട്ടെന്ന് വിട്ടോളാനായിട്ട് എന്നോട് പറഞ്ഞ. അപ്പോൾ ഈ കാണുന്നതാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോണത് ഇനി കമലാനഗറിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും എപ്പോൾ എത്തുമെന്നൊരു പിടുത്തമില്ല കേട്ടോ. നേരത്തെ വീഡിയോ എടുത്തില്ലേ, ഈ സൈഡ് ബംഗ്ലാദേശല്ല കേട്ടോ, ഇത് ഇന്ത്യയാണ്. ആ ഒരു ഇത് കാണല്ലേ, അതായത് ഇതാ കാണല്ലേ, അതാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ. നമുക്ക് ഇവിടെ നിന്ന് അങ്ങാടേക്ക് പോകാൻ പറ്റൂല. ഓക്കെ അവിടെ ക്യാമറ ഉണ്ടെന്നാണ് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു സൈഡാണ് ബംഗ്ലാദേശ്. അപ്പോൾ കാരണം ഇവർ നമുക്ക് സമയം, ഞാൻ ഇത്ര നേരം ഞാൻ ഇവിടം വരെ വന്നതിൻ്റെ ഒരു ഇതിലാണ്ട് ഇവർ എനിക്ക് പെർമിഷൻ തന്നാലും പെർമിഷൻ തരൂല. കാരണം ഇവിടെ ക്യാമറ ഉള്ളതുകൊണ്ട് ഇവർക്ക് പണിയാന്നാട്ടോ പറഞ്ഞാൽ. പക്ഷേ ഇവിടെയൊക്കെ ആൾക്കാർ കുളിക്കണം കേട്ടോ. അത് ഇവിടെയുള്ള ആൾക്കാരാണ് കേട്ടോ കുളിക്കണം. ഇതാ കാണുന്നതാണ് ബംഗ്ലാദേശ് ബോർഡർ കേട്ടോ. ആ ഒരു നീലൊരു ഇത് കാണല്ലേ, എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ഗ്രാമങ്ങൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കൊണ്ടുവരാനായിട്ട് മാക്സിമം നോക്കിയത്. പറ്റണ പോലെ ഞാൻ എന്തായാലും ഉൾപ്പെടുത്താം. ഗ്രാമങ്ങൾ ഇവിടെ കുറച്ചുണ്ട്, അവിടെ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറം നമുക്ക് അധികം പോകാൻ പറ്റില്ല, കാരണം ഇവർ നമുക്ക് കുറച്ച് ടൈം വന്നിട്ടുള്ളൂ. ആ ടൈമിനുള്ളിൽ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ടാ. എത്രമാത്രം ശരിയാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമുക്ക് ശരിക്കും അവിടെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റൂല. കാരണം കണ്ടില്ലേ ഈ കാണുന്ന ഒരു ഗേറ്റ് കണ്ടില്ലേ, ഇതാണ് ഇന്ത്യ ബംഗ്ലാദേശ് ലാസ്റ്റ് വില്ലേജ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ പോകണ വഴിയാണ് കേട്ടോ. കാരണം അവിടെ ഒരുപാട് സമയം നമ്മൾ നിർത്താൻ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ നിന്നേനെയാണ് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവർക്കൊരു അത്ഭുതമായിട്ട് മാറിയേക്കുന്നുണ്ട്. നമ്മൾ കണ്ടില്ലേ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. കാരണം ഇവരൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഹായ്, ഹലോ. സത്യം പറയാൻ ഞാൻ വന്ന സമയത്ത് ഒരുപാട് പിള്ളേർ എൻ്റെ പുറകെ കൂടിയാട്ടാ. ശരിക്കും ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ലാസ്റ്റ് ഒരു വില്ലേജിൽ നിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് നമുക്ക് ഇവിടെ നിന്ന് അധിക ദൂരം ഒന്നും സഞ്ചരിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ പോലെ നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും ലബുങ്ങിലേക്കൊക്കെ ബോട്ടിന് പോകട്ടെ, ഡിമാഗിരിയിലേക്ക്. പക്ഷേ ബോട്ടിന് അത്യാവശ്യം നല്ല ചാർജ് ആവും, നമ്മുടെ സൈക്കിളും കൂടെ കയറ്റാണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ നടന്ന് തന്നെ പോകണേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളിൽ ചെറിയ തിരുത്തണ്ട കേട്ടോ. അതായത് ഇവിടെയുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റൂല കേട്ടോ. ആ ഒരു പ്രശ്നമുണ്ട്. നേരെ മറിച്ച് മ്യാൻമറിലുള്ള ആൾക്കാർക്ക് മിസോറാമിലുള്ള ആൾക്കാർക്ക് മ്യാൻമറിലേക്ക് ഏകദേശം 10 കിലോമീറ്റർ വരെ സഞ്ചരിക്കാം കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റൂല. ബംഗ്ലാദേശിലുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനോ ഇവിടെയുള്ള ആൾക്കാർക്ക് അങ്ങനെ അങ്ങോട്ട് പോകാനോ പറ്റൂല കേട്ടോ. ഞാൻ കിതച്ചിരിക്കുന്നുണ്ട്, അതാണ് കാരണം. ഞാൻ ഇങ്ങനെ ഒരു കയറ്റം കയറി വന്നിരിക്കണായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇതൊക്കെയാണ് ഇവിടെ, കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അതൊരു ലാസ്റ്റ് പോയിൻ്റാണ്. പിന്നെ നമ്മൾ പോകണ വൈകിതേ ഇവിടെ ഇത്രയും ഭാഗം, അതായത് റോഡിൻ്റെ ഇത്രയും ഭാഗം പോയി കിടക്കണേണ്ട കണ്ടില്ലേ, ഇത്രയും ഭാഗം ഇങ്ങനെ പോയി കിടക്കണേണ്ട. എന്തെനിക്കൊന്ന് മണ്ണിടിഞ്ഞ് വീണാന്ന് തോന്നണ്. എന്താ അല്ലേ നമ്മൾ പോണ റൂട്ടാണ്ടേക്ക് കാണുന്നത് ഫുള്ള് മണ്ണിടിഞ്ഞ് വീണേട്ടാ. ഇത് ശരിക്കും ഇങ്ങനെയായിരുന്നു റോഡ്, പക്ഷേ ഇത്രയും ഭാഗം ഇടിഞ്ഞ് വീണതാണ് കേട്ടോ. പോണേക്ക് ഏതെങ്കിലും വണ്ടി കിട്ടി കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ. അതായത് ഏതെങ്കിലും വണ്ടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ലബുങ് വരെയും പോകട്ടെ. മറ്റേ റൂട്ട് എല്ലാവരും പറഞ്ഞത് പോകണ്ടെന്നാണ് പറഞ്ഞത്. ഭയങ്കര സീനാണ്, നിങ്ങൾ പെട്ടുപോകുന്നാണ് പറഞ്ഞാൽ. മാക്സിമം പറ്റുമെന്ന് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ ലബുങ് വഴി കഴിഞ്ഞ ദിവസം നമ്മൾ വന്നല്ല ലുങ്സൻ, ആ ഒരു റൂട്ട് തന്നെ പോകാനാണ് പ്ലാൻ ഇട്ടേക്കണത്. എന്തായാലും നമുക്ക് പയ്യെ മുന്നോട്ട് പോകാം.
നമുക്ക് തിരിച്ച് ലബുങ് പോണ റൂട്ടാണ് ഈ നേരെ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റൂട്ട് വേണമെങ്കിൽ കമലാനഗറൊക്കെ പോകാട്ടോ. പക്ഷേ ഈ റൂട്ട് ഭയങ്കര സീനാണെന്നാണ് എന്നോട് പറഞ്ഞത്. എല്ലാവരും പറയും പോയിക്കാൻ പെട്ടു, ആകെ ഇടങ്ങേറെ റൂട്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇതായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മുടെ സൈക്കിളിൻ്റെ കണ്ടീഷൻ ഭയങ്കര സീനാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് തിരഞ്ഞെടുക്കാത്ത. കാരണം എനിക്ക് വന്ന റൂട്ട് തിരിച്ചു പോകാൻ എനിക്ക് ഒരു താല്പര്യമില്ല, സത്യം പറഞ്ഞാൽ ഒരു താല്പര്യമില്ല. ഈ റൂട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര സീനാന്ന് പറഞ്ഞാൽ വണ്ടി ഒന്നും കിട്ടൂല, ആകെ പെട്ടുപോകുന്ന പറഞ്ഞാൽ. പക്ഷേ അല്ലെങ്കിൽ മാക്സിമം ഞാൻ ഈ റൂട്ടേ തിരഞ്ഞെടുക്കുള്ളൂ കേട്ടോ. അതുപോലെ നമ്മുടെ വ്ളോഗിൽ ഇന്ന് അധികം ഒന്നും കാണിക്കാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്ന കൊണ്ടുവരാൻ നോക്കി. പക്ഷേ അവിടെ ചെന്നിട്ട് എനിക്ക് അതിനുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള ഇതൊന്നും കിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ താമസിച്ച് അതിനനുസരിച്ചുള്ള വീഡിയോസ് കാര്യങ്ങൾ കൊണ്ടുവരാനാണ് നോക്കിയത്. പക്ഷേ എല്ലാ ആൾക്കാരും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കുറേ ആൾക്കാർ നമ്മളോട് പൈസ ഇട്ടാണ് ചോദിക്കുന്നത്. ഇവിടെ റൂം എടുത്ത് താമസിക്കാം, അങ്ങനെയാണ് മറ്റാണ്. ഞാൻ പറയാം പൈസ ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാരൊക്കെ പോയിട്ടാ. എനിക്ക് മാക്സിമം അവിടെ താമസിച്ച് അവിടത്തേക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. കുറേ ഒന്നും നടപടി ആയില്ല, ഞാൻ ഉദ്ദേശിച്ചൊന്നും നടന്നില്ല. എനിക്കറിയാം എൻ്റെ ഈ വീഡിയോയിൽ വലിയ ഇതൊന്നും ഇല്ലെന്ന് എനിക്കറിയാം കേട്ടോ. ഞാൻ സത്യമായിട്ട് കിതച്ചിരിക്കുന്നത് ആ ഒരു ഇതിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ, എല്ലാവരും ക്ഷമിക്കും. പലരും പറയാറുള്ളതാണ്, അതായത് ഒരുപാട് പേരൊന്നുമല്ല, കുറച്ച് ആൾക്കാരൊക്കെ പറയാറുണ്ട് വീഡിയോയിൽ നല്ല രീതിക്ക് കിതപ്പും കാര്യങ്ങളും വരുന്നുണ്ട്, അത് ഭയങ്കര ഇതാണെന്ന് പറഞ്ഞു. പക്ഷേ ലൈവായിട്ട് എടുക്കുന്ന വീഡിയോ കേട്ടോ, ലൈവ് എക്സ്പീരിയൻസാണ് പറയണം, അല്ലാണ്ട് ആക്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ച് ലബുങ്ങിലേക്ക് പോവാം. പിന്നെ അതുപോലെ ഇന്ന് വല്ല വണ്ടിയും കിട്ടണമെങ്കിൽ നമുക്ക് ലബുങ് ക്രോസ് ചെയ്ത് പോകാനാണ് എൻ്റെ പ്ലാൻ ഇരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞ്, എനിക്കൊന്ന് 5 മണിയായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വണ്ടികളൊന്നും വന്നില്ലാട്ടോ ഈ ഒരു റൂട്ടിൽ. വല്ല വണ്ടികളുണ്ടെങ്കിൽ നമുക്ക് വണ്ടിക്കും ഈ ഒരു റൂട്ട് വല്ല വണ്ടി പോകണമെങ്കിൽ ഞാൻ എന്തായാലും ഈ ഒരു റൂട്ട് ചൂസ് ചെയ്യട്ടോ. സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വണ്ടിക്കാരൻ പോകണമെങ്കിൽ ഞാൻ ചോദിക്കും മാക്സിമം. കാരണം ഈ ഒരു റൂട്ട് തന്നെ പോകാനാണ് എൻ്റെ പ്ലാൻ ഇരിക്കുന്നത് കേട്ടോ. എന്തായാലും മാക്സിമം നോക്കാം കേട്ടോ. നമുക്ക് അന്വയ്ക്ക് ഒരു ഫാമിലി നമ്മളെ ഇൻവൈറ്റ് ചെയ്ത കേട്ടോ. അപ്പോൾ ജസ്റ്റ് അവരുടെ ഞാൻ കാണിച്ചു തരാം. ഹായ്, വാട്ട്സ് യുവർ നെയിം? ലുവാങ്ങ. ഓക്കെ, is your son and daughter? Hi. Okay, what's your name? Tetia. Santia. Ramsawa. Omami. Nice name. So thank you. Thank you. അപ്പോൾ നമ്മൾ പോണ വയ്ക്കാണ്ട് ഇവരെ കണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങാടേക്കാണ് പോകാനുള്ളത്. യെസ്. അപ്പോൾ എന്തായാലും നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല. എന്തായാലും നമുക്ക് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ.